ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഒരു ട്രിപ്പ് പോവുകയാണേ. തിരുവനന്തപുരത്തെ പൊന്മുടി എന്ന് പറയുന്ന ഹിൽ ടോപ്പിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഞാനിത് 3ാമത്തെ തവണയാണ് ഇവിടെ പോകുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് 2 ടൈമും ഇതിൻ്റെ ടോപ്പിൽ കയറാൻ പറ്റിയിട്ടില്ല. കാരണം കാലാവസ്ഥ തന്നെയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 10:30 ആയപ്പോഴേക്കും നമ്മൾ പൊന്മുടിയിൽ എത്തിയിരുന്നു. വളരെ തണുത്ത ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ യാത്രയും വളരെ സുഖമായിരുന്നു. നമ്മൾ 2 വീലറിലാണ് പോയത്. എന്നും ഈ പൊന്മുടിക്കൊരു പ്രത്യേക സൗന്ദര്യമാണ്. പക്ഷെ കാലാവസ്ഥ മോശമാണെങ്കിൽ കുറച്ച് റിസ്ക്കുമാണ് പോകുന്ന കാര്യം. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും മഴ കാരണമാണ് മുകളിലേക്ക് പോകാഞ്ഞത്. ഒരു തവണ 21 ഹെയർ പിൻ വരെ കയറിയിട്ടും അതിൻ്റെ ടോപ്പ് എൻ്റെ കാണാൻ പറ്റാതെയാണ് മടങ്ങിയത്. നമ്മൾ ഈ പോകുന്ന വഴിയിൽ ടിക്കറ്റ് എടുക്കുന്നിടത്ത് ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ താഴെ എല്ലാവരും റിലാക്സ് ചെയ്തതിന് ശേഷമാണ് ഹെയർ പിൻ കയറുന്നത്. മൊത്തം 22 ഹെയർ പിൻ ആണുള്ളത്. കൂടുതലും പയ്യന്മാർ ബുള്ളറ്റിലൊക്കെയാണ് വരുന്നത്. കാരണം 2 വീലറിൽ പോകുമ്പോഴാണ് ഈ ഒരു ഹെയർ പിന്നിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത്. ഓരോ വളവ് വളയുമ്പോഴും ഉള്ള ആ ഒരു രസമുണ്ടല്ലോ, അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. ഓരോ വ്യൂ പോയിൻ്റ് എത്തുമ്പോഴും നമ്മൾ വണ്ടി നിർത്തി കുറച്ച് നേരം അവിടേക്ക് ഒന്ന് നിന്നതിന് ശേഷമാണ് പോകുന്നത്. റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഒരു പ്രത്യേക രസമാണ് ഈ ഒരു വഴിയിലൂടെ 2 വീലറിൽ പോകുക എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ മഴകളൊക്കെ ഉള്ളതിനാൽ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും ഇതിനിടയിൽ കൂടിയുണ്ട്. പാറകളിൽ തട്ടിയുള്ള ആ ഒരു വെള്ളത്തിൻ്റെ വരവിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ കിളികളുടെ സൗണ്ടും പിന്നെ ഇതിനിടയ്ക്ക് ചീവീടിൻ്റെ ആ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു ചെറിയ അരോചകമായിട്ട് തോന്നുമെങ്കിലും പക്ഷെ അത് കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ. മരങ്ങളാൽ കൂടി നിൽക്കുന്നതിനാൽ ഇവിടെ ഭയങ്കര തണലാണ് കേട്ടോ. പെട്ടെന്നൊന്നും നമുക്ക് വെയിലടിക്കത്തില്ല. അതിൻ്റെ ഇടയിലൂടെ മരങ്ങൾക്കിടയിലൂടെ വെയിലടിക്കുന്നത് കൊണ്ടും ഒരു പ്രത്യേക രസമാണ് കാഴ്ചകൾ കണ്ടുപോകാൻ. നമ്മളൊരു വ്യൂ പോയിന്റിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഇവിടെ അത്യാവശ്യം ടോപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് അല്ലൂന് കണ്ടപ്പോൾ അവിടെ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പോവാണ്. പിന്നെ അവിടെ ഒരു മരത്തിൽ കുറേ കുരങ്ങുകളുണ്ട്. ഞാൻ അടുത്ത് ചെന്ന് സൂം ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഒരാളിങ്ങനെ ചാടി വന്നു കേട്ടോ. ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. കാരണം അത്ര അടുത്തേക്ക് വളരെ വേഗത്തിൽ വരുന്നത് കണ്ടപ്പോൾ കുറച്ചൊന്ന് പേടിച്ചു. നമ്മൾ പോയ ദിവസം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ ആൾക്കാർ അവിടേക്ക് എത്തിച്ചേർന്നത്. കാരണം കോട ഇറങ്ങുന്നത് ഉച്ചയ്ക്ക് ശേഷമാണല്ലോ. പൊന്മുടിയിലേക്കൊരു യാത്ര ഏത് സമയത്തും ഉല്ലാസകരമാണ്. നഗരത്തിനടുത്ത് ഇത്രയും ശാന്തവും പ്രകൃതി സുന്ദരവുമായ പ്രദേശം മറ്റെങ്ങും ഉണ്ടാകാനിടയില്ല. മലനിരകളും തേയിലത്തോട്ടങ്ങളും സദാസമയവും മൂടൽമഞ്ഞിൻ്റെ തലോടലുമാണ് പൊന്മുടിയുടെ പ്രത്യേകത. ഉയരം കൂടുന്ന ഭൂപ്രകൃതിയും ചെറുകുന്നുകളും പച്ചപ്പും തണുത്ത കാറ്റുമായിരിക്കും സഞ്ചാരികളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്.
ഏകദേശം നമ്മൾ മുകളിൽ എത്താറായി. കടകൾ ഒരുപാട്, പിന്നെ ടീ ഷോപ്പുകളും അതുപോലെ ഈ ഉപ്പിലിട്ട സാധനങ്ങളുണ്ടല്ലോ, അതായത് പൈനാപ്പിൾ, നെല്ലിക്ക, പിന്നെ മാങ്ങ, അങ്ങനെ ഉപ്പിലിട്ട് കുറേ ഐറ്റംസുമായിട്ട് കുറേ പേര് റോഡരികിലൊക്കെ നിൽക്കുന്നതാണ്. പക്ഷെ നമ്മളതൊന്നും തൽക്കാലം വാങ്ങിയില്ല. ഏകദേശം നമ്മൾ മുകളിൽ എത്താറായി. ഇപ്പോൾ താഴെ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് മുകളിലേക്ക് കയറ്റി വിടുന്നത്. അതായത് ഏകദേശം നമ്മൾ 21 ഹെയർ പിൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പാറക്കെട്ടുകളാണ്. അതും ഒരു മഞ്ഞ പച്ച ഇടകലർന്ന പുല്ലിനിടയിൽ കൂടെയുള്ള നല്ല നല്ല പാറക്കെട്ടുകളാണ് ഇനി കാണാൻ പോകുന്നത്. അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഏകദേശം മുകളിൽ എത്താറാകുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, കറുത്ത പാറക്കിടയിൽ വെള്ള വെള്ള കുത്തുകൾ. അതിനടുത്തായിട്ട് ഒരു കഫ്തീരിയ വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല വ്യൂ ഉള്ളൊരു കഫ്തീരിയാണ്. നമ്മളവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലൂസിന് അത് കണ്ടപ്പോഴത്തേക്ക് അവിടെ കുറേ മൃഗങ്ങളുടെ ശില്പമൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇറങ്ങി നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ മുകളിലേക്ക് കയറുന്നത്. അതായത് 22ാമത്തെ ഹെയർ പിൻ കയറി നമ്മൾ പൊന്മുടിയുടെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. അവിടെ കണ്ടില്ലേ, വെൽക്കം ടു എക്കോ ടൂറിസം എന്ന് എഴുതിയിരിക്കുകയാണ്. ഇപ്പുറത്ത് ഒരു ശില്പമൊക്കെ വെച്ചിട്ടുണ്ട് മാനിൻ്റെ. അതാണ് അവിടുത്തെ എൻട്രൻസ്. വളരെ അടിപൊളി ഒരു എൻട്രൻസ് ആണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലേക്ക് നടന്ന് നീങ്ങുകയാണ്. മുകളിലേക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. നല്ല നല്ല വ്യൂ പോയിന്റുകളാണ് മുകളിലോട്ടുള്ളത്. ഏകദേശം നമ്മൾ എല്ലാം കവർ ചെയ്തു എന്ന് പറയാം. 5 മണിക്ക് കോട ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചത്. അജിഷേണ്ണാലും ഭയങ്കര ചില്ലാണ്. രണ്ടുപേരും കണ്ടോ കളിച്ച് ചിരിച്ചൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ നല്ല നല്ല മൊമെൻറ്റ്സാണ് ഞാൻ വീഡിയോയിൽ പകർത്തിയിരിക്കുന്നത്. പൊന്മുടിയുടെ ഏറ്റവും നല്ല ഭംഗിയുള്ള വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ നടന്ന് നീങ്ങുന്നത്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വെയിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വെയിൽ നല്ല വെയിലുണ്ട്. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഒരു തണുത്ത കാലാവസ്ഥയാണ്. നമുക്ക് അത്യാവശ്യം തണുപ്പും ഫീൽ ചെയ്യും. വ്യൂ പോയിന്റിലെത്തിയപ്പോഴത്തേക്ക് അല്ലുവിന് താഴേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ അവനെയും കൊണ്ടിട്ട് നമുക്കിങ്ങനെ കുന്നിൻ്റെ മുകളാണ്, കുത്തനെ ഇറക്കമാണ് എന്നൊക്കെ തോന്നുമെങ്കിലും നടന്ന് നീങ്ങാൻ പറ്റുന്ന വിധത്തിൽ അത്യാവശ്യം സേഫ്റ്റി ആയിട്ടുള്ള മലനിരകളാണ്. അതുകൊണ്ട് തന്നെ അവനെയും കൊണ്ട് അങ്ങ് താഴേക്കൊക്കെ ഞങ്ങൾ നടന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെയെല്ലാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. താഴെ ഓരോ കുന്നിൻ്റെ മുകളിലും ഓരോ ഫാമിലി ഇരുന്ന് റിലാക്സ് ചെയ്യാണ്. കുറേ നടന്ന് കഴിയുമ്പോൾ നമ്മൾ ടയേർഡ് ആവുമല്ലോ. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു പാറക്കെട്ടിൽ പോയിരുന്നിട്ട് കുറച്ച് വിശ്രമിക്കും. മലനിരകൾക്കിടയിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളും ചെടികളും ഒക്കെ നിൽപ്പുണ്ട്. എന്ത് ഭംഗിയാണെന്നോ അതൊക്കെ കാണാൻ.
അത് കണ്ടോ, ഒരു വിദേശി നടന്നു പോവുകയാണ്. അതിലൊരു കഥയുണ്ട് കേട്ടോ. അവർ നമ്മുടെ ഫാമിലി ഫോട്ടോ എടുത്ത് തന്നിട്ടാണ് പോകുന്നത്. നമ്മൾ 3 പേരോട് ആ കുന്നിൻ്റെ മുകളിൽ ഒരു പാറയിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ വിദേശി അവിടെ കൂടെ നടന്നു പോവുകയായിരുന്നു കേട്ടോ. അപ്പോൾ അല്ലൂസ് ജസ്റ്റ് ഹായ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങോട്ട് ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചിട്ട് ഫോട്ടോ എടുത്ത് തന്നിട്ട് പോകുന്ന പോക്കാണ് കേട്ടോ അത്. സത്യം പറഞ്ഞ ഒരു പ്രത്യേക സന്തോഷം തോന്നി. കാരണം പുറം രാജ്യക്കാർ വന്നിട്ട് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞിട്ട് ചെയ്ത് തന്നിട്ട് പോകാമെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നൂലേ. അല്ലൂസുദേ ഇവിടെ കിടന്ന് റിലാക്സ് ചെയ്യാണ് കേട്ടോ. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവന് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്. അല്ലുവിനെ തോളിൽ കയറ്റിയിട്ട് അജീഷേട്ടൻ അങ്ങ് കുന്നിൻ്റെ മുകളിൽ കാണിച്ചിട്ട് അവിടെയാണ് പപ്പയുടെ വീട്. അതായത് അജീഷേട്ടൻ ഗൾഫിൽ നിന്ന് വന്നത് കൊണ്ടിട്ട് അവന് പപ്പയുടെ വീട് അവിടെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അജീഷേട്ടൻ മുകളിൽ കയറ്റിയിരുത്തിയിട്ട് കാണിക്കുകയാണ് അതിനപ്പുറത്താണ് വീടെന്നുള്ള രീതിയിൽ. കുറേ നടന്നതിന് ശേഷം നമ്മൾ റിലാക്സ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ക്ഷീണം വലുതായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാവിലെ പോയ നമ്മൾ വൈകുന്നേരമാണ് തിരിച്ചിറങ്ങിയത്. കോടമഞ്ഞും കണ്ടതിന് ശേഷമാണ് ഇറങ്ങിയത്.
വൈകിട്ട് കോട ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഫുൾ കവറിങ് ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സെപ്പറേറ്റ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നടന്ന് ഒരുപാട് ക്ഷീണിച്ചപ്പോൾ താഴത്തെ കഫ്തീരിയയിൽ പോയിട്ട് ലൈറ്റായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും തിരിച്ച് കയറി വന്ന് നമ്മൾ ആ മലയുടെ മുകളിലേക്ക് കയറുകയാണ്. കാരണം ഇനി അവിടെ മഞ്ഞിറങ്ങാൻ പോവുകയാണ്. നിമിഷ നേരം കൊണ്ട് അടുത്തുള്ള കാഴ്ചയെ മറയ്ക്കുന്ന കോടമഞ്ഞിൻ്റെ കുളിർമയും നോക്കെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന സഹ്യസൗന്ദര്യവും ഏത് സഞ്ചാരപ്രേമികളുടെയും മനസ്സ് നിറയ്ക്കും. നല്ല തണുത്ത കാറ്റടിച്ച് വരുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾ ഭയങ്കരമായിട്ട് കുളിരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മഞ്ഞൊക്കെ കണ്ടിട്ട് നമ്മൾ ഏകദേശം ഒരു 6 മണിയായപ്പോഴാണ് തിരിച്ച് മടങ്ങിയത്. കോടമഞ്ഞിൻ്റെയും മലനിരകളുടെയും സൗന്ദര്യം ആസ്വദിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഏകദേശം ഒരു സന്ധ്യാസമയമൊക്കെ ആയിട്ടുണ്ട്. ഇനിയും പൊന്മുടിയിലേക്ക് വരണമെന്ന ആഗ്രഹത്താലാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.